വേഗം കൊണ്ടുവരേ വെച്ചോ. അപ്പോളേ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് നല്ല അടിപൊളിയൊരു ബീഫിൻ്റെ കാല് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സസൈസ് പിടിക്കണതിൻ്റെ ഒരു തലേദിവസം നമ്മൾ കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിറ്റേ ദിവസം അവർ നേരെ കറക്റ്റ് മഫ്തിയിൽ വന്നു പിടിച്ചു സാധനം കൊണ്ടുപോയി. അപ്പോൾ ഈ സാധനം ഫ്രീസറിലിരിക്കുക, കോൾഡ് സ്റ്റോറേജിലോട്ടോ, ഫ്രീസറിലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ -18 to -20 ഡിഗ്രി ഇതിൽ തണുപ്പിൽ സാധനം സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെ മരക്കട്ടയിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ സാധനം ഇപ്പോഴും ആ ഒരു ഫോമിൽ തന്നെയാണ്, മെല്ലെ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. ഈ സാധനം നമ്മൾ നേരെ റൗണ്ടിൽ ഈ മീനൊക്കെ വെട്ടുമാരിതാ ഇത്ര തിക്കിൽ നമ്മൾ ആക്സോ ബ്ലേഡ് വെച്ച് മുറിച്ചിട്ട് ഈ സാധനം നല്ല ടോപ്പായിട്ട് വേവിച്ച് തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാലിൽ തിളപ്പിച്ചുമ്പോൾ എടുത്തിട്ട് സാധനം സെറ്റാക്കി എടുക്കുകയാണ്. എന്താ സാധനം എന്നറിയില്ല, തിന്നാൻ പറ്റിയ തിന്നാം, ഇത്രയേ ഉള്ളൂ. അത് 2 പീസാക്കുക, എന്നിട്ട് ഞാൻ തൊടാം. മുറിയില്ലേ? ഓക്കെ. അപ്പോൾ ബീഫ് കഴുകി സെറ്റാണ്. ഇനി നേരെ മസാല കൂട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ മസാല വയ്ക്കാനും വേണ്ടിയിട്ട് ഉപ്പ്, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാ, ഇനി നാരങ്ങാപ്പാട പിഴിഞ്ഞ പരിപാടി മിക്സ് ചെയ്യുക. അപ്പോൾ ചെറിയ 3-4 സാധനങ്ങൾ അത് ഇതാ നേരെ മിക്സാക്കി പോകണം. മസാല കടന്ന് പെരളാൻ പോവാണ്. ഓക്കെ, ലൈറ്റ് മസാല ജസ്റ്റ് ഒന്ന് ആ ഒരു ഇറച്ചിയുടെ ഒരു പച്ചച്ചോറ് വേണം. അപ്പോൾ നാ പിടിച്ചോ. പാട്ടോ ഒരു ഉഷാർ ചെമ്പ് അടുപ്പ് തരണേ. വെള്ളം വെച്ചാ ഉണ്ടേ, അത്യാവശ്യം ഒഴിച്ചടാ. അപ്പോളേ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ 2 മുട്ടി വെച്ചിട്ട് ആ മുട്ടയുടെ മേലെ ഈ സാധനം കയറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് തിളച്ച് നേരെ വേവണം. അപ്പോൾ അടഞ്ഞടന്ന് വേവണം. ഇനി മിനിമം 3 മണിക്കൂർ, എന്നിട്ട് എന്ത് തീരുമാനമാണെങ്കിലുള്ളൂ. അപ്പോൾ 3-3.5 മണിക്കൂറാണ് ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വേവണത്. അപ്പോൾ ടൈം ആയിക്കണോ? വാ, നേരെ വെട്ടി തിളച്ചൊക്കെയുണ്ട്. പോരാതിന് മജ്ജിയും കാര്യങ്ങളൊക്കെ സെറ്റായി ആവുകയും ചെയ്തോ. മതി, ഇത്ര മതി. അടുത്തത് നമുക്ക് പണിയെടുക്കാനും വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പ് തരണം. നല്ല ലേശമായി സൺഫ്ലവർ ഓയിൽ വേണം. ഇങ്ങനെ കേട്ടോ, നല്ല കറിവേപ്പിൻ്റെ ഇലയും നല്ല പെരിഞ്ചീരകം. അവിടെ എല്ലാം കൊട്ടുന്നു. ഈ എല്ലാം പറഞ്ഞു ഇട്ടോ കാണട്ടോ. നല്ല ടോപ്പ് ക്ലാസ് തേങ്ങാപ്പാലാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത അടിപൊളി തേങ്ങാപ്പാൽ അത് ഇങ്ങനെ പോട്ടരിക്കുക. ആ ബീഫിനെങ്ങനെ അഭിഷേകം ചെയ്ത് പോകണം.
സാധനം ഒന്ന് കൊഴുക്കാനും വേണ്ടിയിട്ട് ലെസ് എന്താ നമ്മുടെ ഫ്രഷ് ക്രീം ഒന്ന് ഇതിനൊപ്പം എന്താകട്ടെ, നമുക്ക് അവസാനം വേറെ ഒഴിക്കാം. ഇതിനൊപ്പം ഒന്ന് പോട്ടെ എന്തായാലും. അപ്പോൾ ഈ സാധനം മെല്ലെ മെല്ലെ തിളച്ച് ലൈറ്റ് തീയിൽ തിളച്ചിട്ട് കുറുകി സെറ്റായി വരണം. കുറുകിക്കോട്ടെ കേട്ടോ. ഒരു നുള്ളിപ്പോൾ നമ്മളിതാ ഇങ്ങനെ വെതറി സാധനം പോട്ടെ. അപ്പോൾ കേട്ടോ ഓരോ പീസീസ് പോരാ. ലക്ഷം ഗ്രേവി ഉണ്ടേ. അപ്പോൾ എങ്ങനെ ചട്ടം കൊണ്ട് മുക്കി വയ്ക്കാൻ എങ്ങനെയാലും ലക്ഷം ഗ്രേവിയോ. ഈ സാധനം നമ്മൾ തുടങ്ങുമ്പോൾ എന്താ പേര് പറഞ്ഞതിന്? എനിക്ക് ഓർമ്മയില്ല. എന്താണെന്നുണ്ടെങ്കിലും നമ്മളാ ആ സാധനം സെറ്റാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി വെച്ച് നോക്കാം കേട്ടോ. ഇവിടുത്തെ കിട്ടും നോക്കട്ടെ. ഇവിടുന്ന് ഒരു പീസ് ആയിവാ. ഒരു കൊഴുപ്പിൻ്റെ ഒപ്പുള്ള പീസ് കിട്ടിയിരുന്നു. വേവിന് പിന്നെ വന്നിരുന്നു. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഇതിൽ നമ്മുടെ ചണ്ടി പീസ് ഉണ്ട്, അറിയാലോ. പിന്നെ നമ്മൾ അങ്ങനെയാണ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചണ്ടി പീസ് അധികം ഉണ്ടാവും. ആദ്യം പറയുക സാധനം പാടും ഇനി ഓ അത് പൊറോട്ട തേങ്ങാപ്പാൽ തൂക്കിയത് പൊറോട്ട, തേങ്ങാപ്പാൽ പൊറോട്ട. ആ കണ്ടില്ല പറയണ്ട. അത് പറ്റി. ഇതൊന്നൊരു പീസ് കിട്ടാനുണ്ട്, പക്ഷേ ചൂടുകൊണ്ട് കടിക്കാൻ പറ്റുന്നില്ല. അല്ല സാധനേ അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പറ്റി കേട്ടോ. അങ്ങനെ സാധനം വേറിട്ട് പോരുന്നുണ്ട്. പൊറോട്ട കണ്ടോ, തേങ്ങാപ്പാലിലും ഇതിലൊക്കെ കുതിർന്നിട്ട് ഇതേമാതിരിയായിരുന്നു. ഞാൻ ഇന്നിതാ നല്ലൊരു ബീഫിൻ്റെ ഒരു പീസ്, നല്ല വന്തൊരു പീസും വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് കുറച്ച് ക്രീമും പറഞ്ഞിട്ട് പക്ഷേ മജ്ജ കിട്ടുമോ? ആ ഉണ്ട്, സാണ്ട് വിളിച്ചാ വേണമെന്നുണ്ടെങ്കിൽ ലക്ഷം എടുത്തോ. നല്ല കുതിർന്ന പൊറോട്ടയും ഈ മജ്ജിയും പാടതാ കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കണം. സെറ്റാണ്. നല്ല ചൂടുമുണ്ട്. നല്ല തേങ്ങാപ്പാലമ്പിൽ കുതിർന്ന പോത്തിൻ്റെ കാല് സെറ്റാണ്. എന്താ പറയുക, വെന്തുണ്ണു സാധനം. പിന്നെ ഇടയിൽ കൊഴുപ്പ് പീസും ഇടയിൽ ചണ്ടി പീസും വരും. അത് നമ്മൾ കണ്ടറിഞ്ഞ് തിന്നുക. അത് അങ്ങനെ തിന്നാൻ വയ്ക്കാത്തവൻ തിന്നണ്ട, പട്ടിണി നടന്നോട്ടല്ലേ. ഇതിൻ്റെ പേരെന്താണോ ഇതൊന്നും സാധനം ഞങ്ങൾക്കറിയില്ല, സാധനം ഉണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. നമ്മൾ നല്ല സെറ്റാക്കി ടോപ്പാക്കി പറകൊണ്ട് സാധനമാക്കി നമ്മൾ ഇറക്കിയെടുത്ത് നമുക്ക് അത്ര മാത്രമേ ഉള്ളൂ. നല്ല കൊഴുപ്പും മജ്ജിയും എല്ലാം പാടെ കൂട്ടിയിട്ട് സെറ്റാണ്. നല്ലൊരു പീസ്. അപ്പോളേ ഇന്നത്തെ പരിപാടി ഏറെക്കുറെ ഇവിടെ വെച്ച് നിർത്താണ്. അമ്പലത്തിലെ പാട്ടെത്തിയിട്ടേ ഉള്ളൂ. 5:45 സമയം. പക്ഷേ ഇരുട്ടായി. അതെ, ഇന്നിപ്പോൾ നേരത്തെ കണ്ട് തുടങ്ങിയതേക്കാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പറഞ്ഞാലും പറയാനുണ്ടോ? ഇൻസ്റ്റാ പേജ്, ഒരു ഇൻസ്റ്റ പേജ് ഉണ്ട്, അത് കൂടെ ഒക്കെ ഒന്ന് കയറി ഇറങ്ങി പോരുക. പിന്നെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞാൽ അന്ന് കൊണ്ടുവച്ചാണ് തിന്നാൻ പറ്റും വിചാരിച്ചിട്ട് എടുത്തതല്ല.
എന്താണെങ്കിലും മീറ്റ് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അത്രയും -ഡിഗ്രിയിൽ നേരെ പൊതിഞ്ഞിട്ട് സൂക്ഷിച്ചുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പേര് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതുള്ളൊരു ഇത് ജയിൽ പോയിൻ്റ് ആ പരിപാടി നമ്മളെപ്പോഴും നിർത്തിയതാണ്. കുറേ പേരുടെ പേര് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മളതിന് രണ്ടാമതൊരു വീഡിയോ ഇട്ടത്. നമ്മളിത് പറഞ്ഞ് വെറുപ്പിക്കുകയല്ല, ആൾക്കാർ ചോദിക്കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സബ് ചെയ്തിട്ട് ഇറങ്ങി പോവുക. പെരുത്ത പരിപാടി വരുന്നുണ്ട്.